നമസ്കാരം. വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം. കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നാണ് വയനാട് ഉരുൾപൊട്ടൽ. ദുരന്തമുണ്ടായി 3.5 മാസം പിന്നിടുമ്പോഴും പുനരധിവാസം എവിടെയും എത്തിയിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ സഹായത്തെ ചൊല്ലി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലെ നിയമ പോരാട്ടം ഒരു ഭാഗത്ത് നടക്കുന്നു. കേന്ദ്രം കേരളത്തോട് കാട്ടുന്നത് രാഷ്ട്രീയ അവഗണനയാണെന്ന് സംസ്ഥാനവും കേരളത്തിന്റെ വീഴ്ചയാണെന്ന് കേന്ദ്രവും പരസ്പരം പഴിചാരുന്നു. പക്ഷെ എപ്പോഴും ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടമായ ജനങ്ങൾ, അവരുടെ മുന്നിൽ പുനരധിവാസം ഇനി എത്ര അകലെയാണ്? ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ. സ്വാഗതം സർ. മിനിശ്രീ, കേന്ദ്ര സഹായം ഒട്ടുമില്ലാതെ ഒരടി പോലും മുന്നോട്ട് പോകാനാകാത്ത അവസ്ഥയിലാണ് പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ കേരളം. അങ്ങ് തുടക്കം പറഞ്ഞ കാര്യത്തിൽ തന്നെ എനിക്ക് രണ്ട് കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒന്ന്, പുനരധിവാസത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ളൊരു പ്രതിസന്ധിയും കേരളം ഇപ്പോൾ നേരിടുന്നില്ല. കേരളം പുനരധിവാസത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ചിട്ടയോടെ മുന്നോട്ട് പോവുകയാണ്. കേരളത്തിൻ്റെ മുമ്പിലുള്ള ഒരു പ്രതിസന്ധി കേന്ദ്രം കേരളത്തിനോട് ഒരു ജനാധിപത്യ രാജ്യത്ത് കാണിക്കേണ്ട മര്യാദകൾ കാണിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ്. അതിന് മറികടക്കേണ്ടി വരും കേരളത്തിന്. നേരത്തെയും കേരളത്തിന് അങ്ങനെ അനുഭവമുണ്ട്. കേന്ദ്ര സർക്കാരുമായി ഇപ്പോൾ ഒരു നിയമയുദ്ധത്തിനും കേരളം ഇതുവരെ പോയിട്ടില്ല. കേരളം ഏറ്റവും ശ്രദ്ധയോടെ, പ്രതീക്ഷയോടെ ഇക്കാര്യത്തിൽ പോസിറ്റീവായൊരു നിലപാടാണ് എടുത്തിരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ജൂലൈ 30 ചൂരൽമലയിലുണ്ടായ അതിഭീകരമായിട്ടുള്ള ഉരുൾപൊട്ടലിനെ തുടർന്ന് ആ സംഭവം നടന്ന ഏതാനും മണിക്കൂറുകൾക്കകം ഞാൻ തന്നെ നേരിട്ട് വന്ന് തിരുവനന്തപുരത്തെ STMAയുടെ ഓഫീസിൽ കേന്ദ്രത്തിലെ എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളോടും സഹായവും അവരുടെ പിന്തുണയും അഭ്യർത്ഥിച്ചതാണ്. അതിനെ തുടർന്ന് കേന്ദ്ര സേനകൾ ഉൾപ്പെടെ കേരളത്തിലേക്ക് വരികയുണ്ടായി. ചൂരൽമലയിലെ ദുരന്തം, ഏതാണ്ട് 1 മാസക്കാലത്തോളം ആ ദുരന്തം നടന്ന മണ്ണിലെ സജീവ സാന്നിധ്യമായി ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് ഉപമിക്കുക കൂടി ചെയ്യാൻ കഴിയുന്ന ഒന്നും കേരളത്തിനില്ലാത്ത വിധം ഒരു പ്രദേശത്തെ 3 ഗ്രാമങ്ങളെ സമ്പൂർണ്ണമായിട്ടില്ലായ്മയിലേക്ക്, ഇരുട്ടിലേക്ക് കൊണ്ടുപോയ മഹാദുരന്തം. 254 പേരുടെ മരണം സ്ഥിരീകരിച്ചു. 47 പേരെ ഇപ്പോഴും എവിടെയെന്ന് തിരിച്ചറിയാനായിട്ടില്ല. DNA ടെസ്റ്റുകളിൽ രക്തസാമ്പിളുകൾ നടത്തി തിരിച്ചറിയാൻ ഇനിയുമാകാത്ത മൃതശരീര ഭാഗങ്ങളിൽ അവരുണ്ടാകും എന്ന പ്രതീക്ഷയിൽ അവരുടെ ബന്ധുക്കളും സംസ്ഥാന സർക്കാരും കാത്തിരിക്കുന്ന നേരം, ഈ ഘട്ടത്തിൽ ഓഗസ്റ്റ് 10 വന്ന പ്രധാനമന്ത്രിയോട് പ്രയാസങ്ങൾ കേരളം രേഖപ്പെടുത്തി. ഓഗസ്റ്റ് 7 മുതൽ കേരളത്തിൽ എത്തിച്ചേർന്ന ഇൻ്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീമിനോട് കേരളത്തിലെ ഉദ്യോഗസ്ഥ വൃന്ദം കേരളത്തിലുണ്ടായ നഷ്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചു. പിന്നീട് ആഗസ്റ്റ് 17 പൂർത്തീകരിച്ച മെമ്മോറാണ്ടം 1202 കോടി രൂപയുടെ നഷ്ടം കാണിച്ചുകൊണ്ട് കേരളം സമർപ്പിച്ചു. കേരളത്തിലേക്ക് സഹായങ്ങളൊന്നും എത്താത്ത സാഹചര്യത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വീണ്ടും മുഖ്യമന്ത്രി നേരിൽ പോയി കണ്ടു. അദ്ദേഹത്തിൻ്റെ പിന്തുണ അദ്ദേഹം തന്നെ, പ്രധാനമന്ത്രി തന്നെ പ്രഖ്യാപിക്കുന്നത് കേട്ടു. അവസാനം ഡൽഹിയിലുള്ള കേരളത്തിൻ്റെ സ്ഥാനപതിയായിട്ടുള്ള ശ്രീ KV തോമസ്, നിർമ്മല സീതാരാമനെ, കേന്ദ്രത്തിൻ്റെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയെ വീണ്ടും കണ്ടു. കേരളം ഇതുവരെ ഒരു കേസിനും പോയിട്ടില്ല. കേരളം ഇതെല്ലാം ഏറ്റവും കൃത്യതയോടെ അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ കേസ് കേരളത്തിലെ ഹൈക്കോടതി സുമോട്ടോ എടുത്ത കേസാണ്. അതെല്ലാ ആഴ്ചയും കോടതി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിൽ കേരളത്തിലെ ദുരന്ത നിവാരണ വകുപ്പിനോട് ഹാജരാകാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. കോടതി ഏറ്റവും ശരിയായ വിധത്തിൽ കണ്ടെത്തിയല്ലോ. കേരളം കൊടുക്കാത്തൊരു കേസിൽ, ഈ ഗുരുതരാവസ്ഥ നേരിട്ട് കണ്ട കോടതി സുമോട്ടോ എടുത്തൊരു കേസിൽ ഭരണഘടനയുടെ ഏറ്റവും പ്രസക്തമായ ഭാഗം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വക്കീലിനോട് ഹൈക്കോടതി ചോദിച്ചത്, ദുരന്ത നിവാരണ ആക്ടിലെ സെക്ഷൻ 13 പ്രകാരം ഈ കടങ്ങൾ എഴുതി തള്ളാൻ നിങ്ങൾ എന്തിനാണ് താമസിക്കുന്നത്? ഹിമാചൽ പ്രദേശ്, സിക്കിം, കർണാടക, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത ധനസഹായം അതുപോലെ കേരളത്തിന് കൊടുക്കാത്തതിൻ്റെ പിന്നിലുള്ള വികാരം എന്താണ്? ഒരു മറുപടി ഉണ്ടായില്ല. കേരളം ഏതെങ്കിലും കുറ്റം ചെയ്തുവെന്നോ ഏതെങ്കിലും രേഖ സമർപ്പിക്കാതിരുന്നുവെന്നോ കോടതിയിൽ ഇതുവരെ കേന്ദ്രത്തിൻ്റെ വക്കീൽ പറഞ്ഞിട്ടില്ല. ഇന്നും കേസുണ്ടായിരുന്നു. ഇനിയും സമയം തരണം എന്നാണ് കോടതിയുടെ മുമ്പാകെ കേന്ദ്ര അഭിഭാഷകൻ പറഞ്ഞത്. ഒരു കാര്യം കൂടി അക്കാര്യത്തിൽ വ്യക്തമാക്കിക്കൊണ്ടിട്ടെ, ഇന്നലെ നിത്യാനന്ദറായി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി പുറത്തിറക്കിയിട്ടുള്ള KV തോമസിന് നൽകിയിട്ടുള്ള കത്തിൽ ഒരു വരിയിൽ പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല കേരളം കൊടുത്ത മെമ്മോറാണ്ടത്തിലോ കേരളം സമർപ്പിച്ച രേഖകളിലോ ഏതെങ്കിലും ഒരു കുറവുണ്ടായി എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം കേന്ദ്ര സഹായം വൈകുന്നത് ഇതുകൊണ്ടൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സമർപ്പിക്കേണ്ടതെല്ലാം സമർപ്പിച്ചിട്ടുണ്ട്. കേന്ദ്രവുമായി ഒരു യുദ്ധത്തിനല്ല, പക്ഷേ കേരളം പ്രതീക്ഷിക്കുന്നു. പുനരധിവാസ രംഗത്ത് കേരളം ഈ കുറഞ്ഞ കാലത്തിനുള്ളിൽ
അവിടെ ഉണ്ടാകേണ്ട ആളുകളുടെ ദുരന്തബാധിതരുടെ ലിസ്റ്റ്, ജോൺ മത്തായി കമ്മീഷൻ പറഞ്ഞതുപോലെ ഇനി അങ്ങോട്ട് പോകാൻ പറ്റാത്തവരുടെ ലിസ്റ്റ് അതിൻ്റെ അവസാനത്തെ പണിപ്പുരയിലാണ്. അവിടെ ഈ 3 മാസത്തിനകം തന്നെ കണ്ടെത്താൻ കഴിയുന്ന, പുനരധിവസിപ്പിക്കാൻ കഴിയുന്ന ടൗൺഷിപ്പിന് വേണ്ടിയിട്ടുള്ള 2 കേന്ദ്രങ്ങൾ പ്രാഥമികമായി കണ്ടെത്തി. 25ഓളം കേന്ദ്രം, ഭൗമ്യശാസ്ത്ര പഠന സംഘത്തിൻ്റെ പരിശോധന, തോട്ടങ്ങളെന്ന സ്ഥിതി വെച്ചുകൊണ്ടുള്ള നിയമപരമായ പ്രശ്നങ്ങൾ അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് അവിടെ ഭൂമി ഏറ്റെടുക്കാനുള്ള വിഷയത്തിൽ കോടതി കൂടി ഒരു അഭിപ്രായം പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവിടെ ഉണ്ടാകേണ്ട വീടുകൾ ഞങ്ങൾ കൃത്യമായി കണ്ടിട്ടുണ്ട്. 2 നില കെട്ടിടത്തിൻ്റെ കരുത്തോടെ പണിയാവുന്ന തറ, 1000 സ്ക്വയർ ഫീറ്റുള്ള ഒറ്റ നില വീട്, തുടർന്ന് അവർക്ക് പണിയാൻ വേണമെങ്കിൽ അതിനുള്ള സൗകര്യം, ഒരു കോമ്പൗണ്ടിനകത്ത് ഒരു കമ്മ്യൂണിറ്റി ലിവിങ് പോലെ കളിക്കാനും ആവശ്യമായിട്ടുള്ള കാഴ്ചകൾ കാണാനും അവരുടെ സാംസ്കാരിക സംവിധാനങ്ങൾ ഉണ്ടാക്കാനും അവർക്ക് എന്തൊക്കെയാണോ കോമൺ ഫെസിലിറ്റീസ് അതെല്ലാം ഒരുക്കാൻ കഴിയുന്ന ഒരു ടൗൺഷിപ്പ്. ഇക്കാര്യത്തിലെല്ലാം ഗവൺമെൻറ് മുന്നോട്ട് പോയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണ്. അതൊരു ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്ത് കേരളത്തിൻ്റെ അവകാശമാണ്. അങ്ങനെ തരില്ല എന്ന് കേന്ദ്രം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പ്രഖ്യാപിച്ചാൽ അതനുസരിച്ചുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടി വരും. ഇപ്പോൾ എന്തായാലും വയനാട് LDFും UDFും സംയുക്തമായി ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ കേന്ദ്രത്തിനെതിരെ, അതായത് നിയമസഭയിൽ നമ്മൾ കണ്ടതാണ്, പ്രമേയം ഏകകണ്ഠമായി സഭ പാസ്സാക്കുന്നു. കേന്ദ്രത്തിന് ഈ ഒരു അനാസ്ഥ അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഈ അവഗണന കേരളത്തോട് കാണിക്കുക, ഈ ദുരന്ത സമയത്ത് പോലും കേരളത്തോട് കാട്ടുന്ന ഒരു അവഗണന അല്ലെങ്കിൽ കേന്ദ്ര സഹായം നൽകുന്നതിലെ വൈകൽ, കാലതാമസം, ഇതിനെതിരെ ഒരു പ്രത്യക്ഷരമായി സമരരംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായ പ്രതിപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടിയുള്ള ഒരു സമരം അത് നമുക്ക് പ്രതീക്ഷിക്കാനാവുമോ? അല്ല, ഞാൻ പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ്റിനോട് കേരളം 3 കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത്. ഒന്ന്, കേരളത്തിലെ ഈ ചൂരൽമല ദുരന്തത്തെ ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ, ദേശീയ ദുരന്തം എന്നല്ല, സിവിയർ ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ L3 വിഭാഗത്തിൽപ്പെടുത്തണം. ഇതുവരെ ഒരു മറുപടിയില്ല. സെക്ഷൻ 13 പ്രകാരം മേപ്പാടിയിലെ 10, 11, 12 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലെ ദുരന്തബാധിതരുടെ ദേശസൽകൃത ബാങ്കുകളിലെ കടങ്ങൾ എഴുതി തള്ളണം. അത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നിയമത്തിലൂടെ ലഭ്യമായിട്ടുള്ളൊരു അവകാശമാണ്. ഇതുവരെ ഒരു മറുപടിയില്ല. അക്കാര്യത്തിൽ 3ാമത്തെ കാര്യമാണ് കേന്ദ്ര അധിക സഹായം. ഈ 3 കാര്യത്തിലും ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. കേന്ദ്രം നേരത്തെയും ഇത്തരത്തിലുള്ള ചില നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അത് പ്രളയത്തിൻ്റെ കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. കേരളത്തിലെ പെൻഷൻ ബോർഡ് രൂപീകരണത്തിലും അതുപോലെ തന്നെ കിഫ്ബിക്ക് വേണ്ടി കടം മേടിച്ചതിലുമൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. കാരണം ആഗസ്റ്റ് 10-ന് അവിടെ സന്ദർശിച്ച പ്രധാനമന്ത്രി വിവിധ സ്ഥലങ്ങളിൽ പോയി. അദ്ദേഹം ആകാശമാർഗ്ഗം മാത്രമല്ല, നേരിൽ പോയി ബെയിലി പാലത്തിൽ കണ്ടു, വെള്ളാർമല സ്കൂളിൽ കണ്ടു, മേപ്പാടി ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി 2.5 വയസ്സുകാരി നൈസ് എടുത്ത് അദ്ദേഹം ചേർത്ത് പിടിച്ചപ്പോൾ ലോകത്തിലെ എല്ലാ ഭാഷകളിലും ഇറങ്ങുന്ന പത്രങ്ങളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കരുതൽ കാണിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഞാൻ ഉൾപ്പെടെ 4 മന്ത്രിമാരും സ്ഥലം MLAയും പങ്കെടുത്ത യോഗത്തിൽ 79-ൽ ഗുജറാത്തിൽ നടന്ന ദുരന്തത്തോട് ഈ ദുരന്തത്തെ ഉപമിച്ച് അവിടെ അദ്ദേഹം സ്വയംസേവകനായി പ്രവർത്തിച്ചതിൻ്റെ ഓർമ്മ പുതുക്കി ഏതു വിധത്തിലും കേരളത്തിന് സഹായം ഉണ്ടാകും എന്ന് നൽകി. വലിയ പ്രതീക്ഷയായിരുന്നു ദുരന്തമുഖത്ത് കേരളത്തിനുണ്ടായത്. അത് കേരളത്തിന് ലഭ്യമായില്ല. വയനാട്ടിൽ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും ഒക്കെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്ന വാർത്ത ഇപ്പോൾ കേൾക്കാനിടയായി. എൻ്റെ അഭ്യർത്ഥന, ജാതി മത രാഷ്ട്രീയ വർണ്ണ വർഗ ലിംഗ വ്യത്യാസമില്ലാതെ മലയാളം ഒരുമിച്ച് നിൽക്കണം. 3.5 കോടി മലയാളികളുടെ നിശ്വാസങ്ങൾ പോലും ചൂരൽമലയിലെ മനുഷ്യന് വേണ്ടിയാകണം. അതിൽ ഏതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയ താല്പര്യമല്ല, കേരളത്തിൻ്റെ അവകാശമാണത്. ചൂരൽമലയിലെ മനുഷ്യനെ പുനരധിവസിപ്പിക്കാൻ മാത്രം നമുക്ക് പോരാ. ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി ഇന്നലെ അയച്ച കത്തിൽ വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം പറയുന്നത് STRFൽ ഇപ്പോൾ ആവശ്യമായ തുക കേരളത്തിൻ്റെ കയ്യിലുണ്ട്. അങ്ങനെയൊക്കെ പറയാൻ സാധ്യമാകുമോ? STRFൽ പണമില്ലേ എന്നങ്ങ് ചോദിച്ചാൽ പണമുണ്ട്. 15ാം ധനകാര്യ കമ്മീഷൻ ഓരോ വർഷവും ഓരോ സംസ്ഥാനത്തിനും ഉണ്ടാകേണ്ട തുകയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 2024-25 കേരളത്തിൽ കേന്ദ്രം നൽകേണ്ടത് 291 കോടി 20 ലക്ഷം രൂപയാണ്. അത് ഒരു കൃത്യമായ സ്കീമാണ്. നേരത്തെ കേരളത്തിന് തന്ന വിഹിതത്തിൽ ചെലവഴിക്കാത്ത സംഖ്യ ബാക്കിയും കാണും. പക്ഷേ ആ സംഖ്യയ്ക്ക് എപ്പോഴാണ് ബില്ല് വരിക എന്നറിയില്ല. കാരണം ഫ്ലഡ് റോഡിന് ഉൾപ്പെടെ കൊടുക്കുന്ന സംഖ്യയാണ്. STRFന് മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം അനുസരിച്ച് ഒരാൾ മരിച്ചാൽ ഏറ്റവും കൂടുതൽ കൊടുക്കാവുന്ന സംഖ്യ 4 ലക്ഷം രൂപയാണ്. ഒരു റോഡ് തകർന്നു പോയാൽ, വെള്ളപ്പൊക്കത്തിൽ തകർന്നു പോയാൽ 1 കിലോമീറ്റർ പണിയാൻ നേരത്തെ 60,000 ആയിരുന്നു, ഇപ്പോൾ പുതുക്കിയ കണക്കനുസരിച്ച് 75,000 രൂപയാണ്. ഒരു വീട് പൂർണ്ണമായും തകർന്നാൽ
1,01,000 ആയിരുന്നു. ഇപ്പോൾ പുതിയ കണക്കനുസരിച്ച് 1,30,000 ഒരു വാഴ പൂർണ്ണമായി തകർന്നാൽ 5 രൂപ 20 പൈസയാണ് നേരത്തെ കണക്ക്, ഇപ്പോൾ 6 രൂപ 20 പൈസയായി. ഈ മാനദണ്ഡത്തിൽ മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റൂ. മറ്റൊരു മാനദണ്ഡത്തിനും അത് ഉപയോഗിക്കാൻ പറ്റില്ല. ആ പണം കേരളത്തിലുണ്ടായതുകൊണ്ട് ചൂരൽമലയിലെ ദുരന്തബാധിതന് എന്ത് പ്രത്യേക സഹായമാണ്, എന്ത് അധിക സഹായമാണ് STRF മാനദണ്ഡത്തിൽ പെടാതെ ചെയ്യാൻ പറ്റുക? ചൂരൽമലയിൽ ദുരന്തമുണ്ടായി പുനരധിവസിപ്പിക്കേണ്ട 1000-ഓളം പേർക്ക് 1,30,000 രൂപ വീതം കൊടുത്താൽ മതി എന്നാണോ കേന്ദ്ര നിലപാട്? ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അഭിപ്രായം അല്ലല്ലോ. കേരളം CMDRF കൂടി കൂട്ടി സാധാരണ ദുരന്തങ്ങളിൽ 1,30,000 കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും 2,70,000 കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും കൂട്ടി 4 ലക്ഷം കൊടുക്കുന്നുണ്ട്. ചൂരൽമലയിൽ അതും പോരാ, ഒരു പ്രത്യേക പാക്കേജ് വേണം, അവർക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുക്കണം, പ്രത്യേക ടൗൺഷിപ്പ് വേണം, 1000 സ്ക്വയർ ഫീറ്റുള്ള വീട് വേണം. STRFിലെ പണമുള്ളത് കൊണ്ട് ചൂരൽമല ദുരന്തത്തിന് എന്തധിക സഹായം നൽകി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു തെറ്റിദ്ധരിപ്പിക്കലാണ്. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ. അല്ലെങ്കിൽ പറയണം, ചൂരൽമലയിലെ ആളുകൾക്ക് ഞങ്ങൾ STRFിൽ തരുന്ന 1,30,000 രൂപ നിങ്ങൾ കൊടുത്താൽ മതി. അങ്ങനെ പറയില്ലല്ലോ. മനുഷ്യത്വമുള്ള ആരും പറയില്ലല്ലോ. അവിടുത്തെ മനുഷ്യൻ്റെ തേങ്ങൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കേട്ടതല്ലേ. ആ മനുഷ്യരോട് എന്തിനാണ് ഇങ്ങനെ ഒരു അനീതി കാണിക്കുന്നത്? പ്രധാനമന്ത്രി നേരിട്ട് വന്നു, അങ്ങുൾപ്പെടെയുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ആ ഒരു അവലോകന യോഗത്തിൽ അങ്ങ് ഗുജറാത്തിലുണ്ടായ ദുരന്തവുമായി അതിനെ താരതമ്യപ്പെടുത്തി സംസാരിക്കുന്നു. അത്രയും വൈകാരികമായാണ് അദ്ദേഹം എല്ലാ സ്ഥലങ്ങളിലൊക്കെ പോയി കണ്ടത്. അപ്പോൾ ഒരുപക്ഷെ സംസ്ഥാനം ആവശ്യപ്പെടുന്നത് 1,500 കോടി അല്ലെങ്കിൽ 2,000 കോടി സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് കേന്ദ്രം തരാതിരിക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയമായൊരു നിലപാട് സ്വീകരിച്ചാണ്. സ്വാഭാവികമായും കേന്ദ്രത്തിന് ആ തുക തരികയാണെങ്കിൽ അതൊരു അവർക്ക് തന്നെ ഒരു മൈലേജ് കിട്ടുന്ന ഒരു വിഷയം കൂടിയല്ലേ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാട്? മുൻകൂറായി കരുതുന്ന നഷ്ടം. ഈ ദുരന്തമുണ്ടായി 9 ദിവസം കഴിയുമ്പോഴാണ് നമ്മൾ അപ്രോക്സിമേറ്റഡ് ലോസ് എന്ന കണക്കിൽ 1,202 കോടി രൂപ നഷ്ടമുണ്ടാകും. ആക്ച്വൽസ് പലരും വന്ന് അതിനെയും ആക്രമിച്ചു. മരണപ്പെട്ടവന് 75,000 രൂപ കുഴിയെടുക്കാൻ മേടിച്ചു ഗവൺമെൻറ്. ഫ്ലൈറ്റ് കൊണ്ടുപോയതിന് 72 കോടി രൂപ മേടിച്ചു. ഇങ്ങനെയൊക്കെ പലതും മേടിച്ചു. 1 രൂപ പോലും തന്നിട്ടില്ല. കേരളം അവതരിപ്പിച്ചത് ഒരു എസ്റ്റിമേറ്റഡ്, അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആക്ച്വൽ കോസ്റ്റും എസ്റ്റിമേറ്റഡ് കോസ്റ്റും കൂടി ഇത്രയാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഞങ്ങൾക്കതിൻ്റെ ആക്ച്വൽസ് തരണം. വളരെ കൃത്യമായി അതിൽ ഒരു വരി പോലും തെറ്റില്ലാതെ ദ കോസ്റ്റ് ഈസ് ഇൻവോൾവ്ഡ് ആൻഡ് എസ്റ്റിമേറ്റഡ് ടു ബി എന്ന് പറഞ്ഞ് വരാൻ പോകുന്ന ചിലവുകളെ സംബന്ധിച്ചിട്ടുള്ള ധാരണ കൊടുത്തിരുന്നു. ആ ധാരണയനുസരിച്ച് ഇവിടെ IMCT വന്നല്ലോ. ഇൻ്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം എന്തിനാണ് കേരളത്തിൽ വരുന്നത്? എല്ലാ ദുരന്തത്തിനും അവർ വരാറുണ്ടോ? STRFിൻ്റെ തുക കൊടുക്കാൻ ഇൻ്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം ഇവിടെ വരേണ്ട ഒരു കാര്യമില്ല. പ്രത്യേക പാക്കേജിന് വേണ്ടി മെമ്മോറാണ്ടം കൊടുക്കേണ്ട കാര്യമില്ല. അത് ഇവിടെ തിരുവനന്തപുരത്ത് ഇന്ന് പെയ്ത മഴയിൽ ഒരു വീട് വീണാൽ അതിനും, നീലേശ്വരത്ത് അമ്പലത്തിൽ തെയ്യത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ വെടിക്കെട്ടിൽ മരണപ്പെട്ടവർക്കും അപകടത്തിൽപ്പെട്ടവർക്കും ഒരു കേന്ദ്ര ഗവൺമെൻറ്റിനോടും ചോദിക്കാതെ കേരളത്തിന് എടുത്തു കൊടുക്കാൻ പറ്റുന്ന പണമാണ് ഈ STRFിൽ പെടുന്നത്. എന്നാൽ കേരളം 1,202 കോടി രൂപയുടെ നഷ്ടം പറഞ്ഞിട്ട് ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി തള്ളിയിട്ടില്ല. IMCTയുടെ പൂർണ്ണമായ വിവരം വരട്ടെ. IMCTക്ക് ഇനി എത്ര നാൾ വേണം വിവരം തരാൻ? IMCT സംസ്ഥാനത്ത് ചെന്ന് നിൽക്കുമ്പോൾ പണം അധിക സഹായമായി കൊടുത്ത അനുഭവമുള്ള സംസ്ഥാനങ്ങളില്ലേ? ഇപ്പോൾ ഈ ഓഗസ്റ്റ് മാസത്തിൽ ത്രിപുരയിൽ 40 കോടി ഇൻ്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം വന്ന് നിൽക്കുന്ന നേരത്ത് ത്രിപുരയ്ക്ക് കൊടുത്തത് നല്ലത്. അതിനെ സ്നേഹത്തോടെ കാണുന്നു. ദുരന്തം എവിടെയുണ്ടായാലും മനുഷ്യനെ സഹായിക്കണം. പക്ഷേ അങ്ങനെ കൊടുത്തവർക്ക് കേരളത്തെ കൊടുക്കാതിരിക്കുന്നതിൻ്റെ പ്രത്യേക കാരണം എനിക്ക് മനസ്സിലായി. രാഷ്ട്രീയ അവഗണന, വിവേചനം എന്ന് തന്നെയാണോ കരുതുന്നത്? ഞാൻ ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ ഈ വകുപ്പിൻ്റെ മന്ത്രി എന്ന നിലയിൽ അങ്ങനെ കടത്തി പറയുന്നില്ല. പക്ഷേ അതുതന്നെയായിരിക്കണമല്ലോ. എങ്ങനെയാണ് KV തോമസ് ഇത്ര മുമ്പ് കൊടുത്ത കത്തിൻ്റെ മറുപടി 13-ാം തീയതി വൈകുന്നേരം അവസാനത്തെ ആളും കൂടി വയനാട് വോട്ട് ചെയ്തതിന് ശേഷം കൊടുക്കുക? എന്നാൽ ഒരാഴ്ച മുമ്പ് കൊടുത്തൂടെ? ഇതാണ് മറുപടിയെങ്കിൽ എന്തൊരു ഞാൻ ആ കത്ത് വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. STRFിൻ്റെയോ NDRFിൻ്റെയോ നിയമമനുസരിച്ച് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ല. അദ്ദേഹമാണോ ആദ്യമായിട്ട് നിയമം കാണുന്ന ആളുകൾ? നമ്മളൊക്കെ ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ നിയമം കാണുന്ന ആളുകളല്ലേ? ദേശീയ ദുരന്തമെന്ന നിർവചനത്തിൽ STRFിലും NDRFിലും വരാൻ പറ്റില്ല. കാരണം അത് റിലീഫാണ്. അതുതന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഡിസാസ്റ്റർ ഓഫ് സീവിയർ നാച്ചറിൽ പെടുത്തിയാൽ സാർവദേശീയ തലത്തിലുള്ള സഹായങ്ങൾ കേരളത്തിന് ലഭ്യമാകും.
NDRFിൽ അധിക തുക കിട്ടും. അത് NDRF നോംസിലുണ്ടല്ലോ, അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ഇത് വളരെ ബോധപൂർവം കേരളത്തിനോട് ചെയ്യുന്ന ഒരു കടുത്ത അപരാധമാണ്. അത് തിരുത്തണം കേന്ദ്ര ഗവൺമെൻറ്, തിരുത്തിയേ മതിയാകൂ. കാരണം ഇതൊരു ഫെഡറൽ ഭരണഘടന നിലനിൽക്കുന്ന രാജ്യമാണല്ലോ, നമുക്ക് കൂടി അവകാശപ്പെട്ട വിഭവമാണല്ലോ. അത് ഏകപക്ഷീയമായി ചെലവഴിക്കാൻ പറ്റുമോ? ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി അധികാര കേന്ദ്രത്തിനോട് ചേർന്ന് നിൽക്കാത്ത രാഷ്ട്രീയം വിജയിപ്പിച്ച 2 സംസ്ഥാനങ്ങൾക്ക് ചരിത്രത്തിലാദ്യമായി ദുരന്ത നിവാരണത്തിന് പണം കിട്ടാൻ സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറി. അത് കർണാടകയും തമിഴ്നാടുമാണ്. കർണാടകത്തിനും തമിഴ്നാട്ടിനും അവരുടെ നാട്ടിലുണ്ടായ ദുരന്തങ്ങൾ അതിന് സഹായം കിട്ടാൻ വേണ്ടി സുപ്രീം കോടതിയെ സമീപിക്കേണ്ട ഗതികളുണ്ടായി. ആ 2 സംസ്ഥാനങ്ങൾക്ക് പിന്നാലെ കേരളവും ഉണ്ടാകുമോ? അല്ല, കേരളം ആലോചിച്ച ആ വിധത്തിലുള്ള നടപടിക്രമങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ആ വിധത്തിൽ പോകും. നേരത്തെ കേരളം പോയ അനുഭവമുണ്ട്. പക്ഷേ ഇപ്പോഴും ഉന്നതാധികാര സമിതിയുടെ മുമ്പാകെ ഉണ്ട് എന്നവർ പറയുന്നു. എന്നാൽ സാധാരണ നിലയ്ക്ക് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അത് പറയുമ്പോൾ ഇത്ര കാലം കൊണ്ട് ഞങ്ങൾ അത് പരിശോധിക്കും എന്നെങ്കിലും പറയാൻ. ആഗസ്റ്റ് 11 കേരളം വിട്ടുപോയ ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം, ഞങ്ങളൊക്കെ അവരെ കണ്ടല്ലോ. അവരൊക്കെ വലിയ വലിയ ആശങ്കയോടെ, ഭീതിയോടെ, അവിടുത്തെ സ്ഥിതി അങ്ങേക്കറിയാമല്ലോ. ഞാൻ ഈ 10 ദിവസം മുമ്പ് വീണ്ടും ശ്രുതിയെ കണ്ടിരുന്നു. ശ്രുതിയുടെ വീട്ടിൽ ഇനി ആരുമില്ല. ശ്രുതിയുടെ അച്ഛനും അമ്മയും സഹോദരിയും മരിച്ചു. ജൻസൺ എന്ന പ്രതിശ്രുത വരനിൽ കൈകോർത്ത് പിടിച്ചാണ് ഞങ്ങൾ ചുരമിറങ്ങിയത് ആദ്യഘട്ടം കഴിഞ്ഞ്. ജൻസനോടൊപ്പം ശ്രുതി പ്രത്യേകമായിട്ടുള്ളൊരു സൗകര്യമില്ലാതെ തന്നെ പ്രതിശ്രുത വരനോടൊപ്പം ആ ജൻസന് മരിച്ചു. ശ്രുതിക്ക് സംസ്ഥാന ഗവൺമെൻറ് ജോലി കൊടുക്കാൻ തീരുമാനിച്ചു. റവന്യൂ വകുപ്പിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയ കാലം കൊണ്ട് ജോലി കൊടുക്കും. പക്ഷേ ഒറ്റപ്പെട്ടു പോയത് ശ്രുതി മാത്രമല്ല, 10 സ്ത്രീകളും 5 പുരുഷന്മാരും 18 വയസ്സിൽ താഴെ പ്രായമുള്ള 6 കുട്ടികൾക്കും ഇനി രക്തബന്ധമുള്ളൊരു മനുഷ്യനും ലോകത്ത് ബാക്കിയില്ല. 254 പേര് മരിച്ചു. അവരിൽ 57 പേർക്ക് മരണാനന്തര സഹായം ലഭ്യമാകാത്ത കാര്യം നെറ്റിൽ കണ്ടപ്പോൾ ഞാൻ അവിടുത്തെ കളക്ടർ വിളിച്ചു ചോദിച്ചു, എന്തേ 57 പേർ ബാക്കി നിൽക്കുന്നു, ഇത്ര സമയം എന്തിനാണ്? അവർ ദുഃഖത്തോടെയാണ് ആ വാർത്ത പറയുന്നത്. 57 പേരുടെ ആശ്രിതരായി. സാധാരണ നിലയ്ക്ക് ഒരു വിശ്വാസികൾക്ക് ദർപ്പണം നടത്താനോ ഒപ്പീസ് ചൊല്ലാനോ ഒരാൾ പോലും ബാക്കിയില്ലാത്ത വിധം 17 കുടുംബങ്ങളിലെ 57 പേര് മരിച്ചുപോയി. എത്ര ഭീകരമായ അനുഭവമാണ് ഉണ്ടാകുക. അവിടെ എൻ്റെ ഒരു പ്രശ്നം, ഞാനവിടുത്തെ സ്ഥിതിവിശേഷം നന്നായി അറിയാവുന്ന ഒരാളാണ്. ഒരു കാറ്റ് വീശിയാൽ, ഒരു കല്ലുരുണ്ടാൽ, എവിടെയെങ്കിലും പടക്കം പൊട്ടിക്കുന്നൊരു ശബ്ദം കേട്ടാൽ കേന്ദ്ര സഹായം കിട്ടില്ല എന്ന് പറഞ്ഞാൽ, കോടതിയിലാണ് പുനരധിവാസത്തിൻ്റെ ഭൂമിയെന്ന് കേട്ടാൽ ആ നിമിഷം വൈകാരികമായ മാനസികാവസ്ഥയോടെ പ്രതികരിക്കുന്ന, എല്ലാം നഷ്ടപ്പെട്ട ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു ജനത ചൂരൽമലയിലുണ്ട്. ഞാൻ അമൃതയിലൂടെ അവർ കേൾക്കാൻ വേണ്ടി ഏറ്റവും വിനയത്തോടെ പറയട്ടെ, എന്തുണ്ടായാലും ഒരാളും ഭയപ്പെടരുത്. ഏതു വിധത്തിൽ കേരളത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാലും അവസാനത്തെ ദുരന്തബാധിതനെ, നിരാശനും നിരാലംബനുമായ അവസാനത്തെ ദുരന്തബാധിതനെ കൂടി പുനരധിവസിപ്പിക്കാതെ ചുരമിറങ്ങില്ല ലോകമലയാളം. അത് സർക്കാരിൻ്റെ മാത്രം ഉറപ്പല്ല. സർക്കാരെന്ന് പറയുന്നത് ഈ ഘട്ടത്തിൽ 99 98 പേരുള്ള ഔദ്യോഗിക ഭരണ സംവിധാനമോ 40-41 പേരുള്ള പ്രതിപക്ഷ ഭരണ സംവിധാനമോ അല്ല. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മലയാളിയും മലയാള ഭാഷ പോലും അറിയാത്ത വിവിധങ്ങളായിട്ടുള്ള ഭാഷക്കാർ, മതസ്ഥർ, ജാതിക്കാർ, രാജ്യക്കാർ, അവരെല്ലാം എത്ര ഭീതിയോടെയാണ് ഇവരെ, അതിലൊന്നും രാഷ്ട്രീയമില്ല. അങ്ങനെ ആളുകൾ എന്തുകൊണ്ടായില്ല ഇപ്പോൾ 109 ദിവസം കഴിഞ്ഞിട്ടും പുനരധിവാസം പ്രയാസപ്പെടുന്നു എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു ദേഷ്യവുമില്ലാതെ നിൽക്കുന്നത് അത് നാട്ടിലെ ജനങ്ങളുടെ വികാരമാണ്. അവരെ സംരക്ഷിക്കണം. അപ്പം അതുകൊണ്ട് ഒരാളും ഒറ്റപ്പെടില്ല. ഈ ദുരന്തത്തിൽ അകപ്പെട്ട മുഴുവൻ പേരെയും സർക്കാർ ചേർത്ത് നിർത്തും. ലോകത്ത് ലഭ്യമാകുന്ന എല്ലാ സഹായങ്ങളും തേടും. ആ വിധത്തിൽ മുന്നോട്ട് പോകാനാകും. ഈ ടൗൺഷിപ്പ് നിർമ്മിക്കുക എന്നതാണ് ഇപ്പോൾ സർക്കാരിൻ്റെ മുന്നിലെ ലക്ഷ്യം. അപ്പോൾ അതിന് കൃത്യമായി നാശനഷ്ടങ്ങളുടെ ഒരു കണക്ക് ഇപ്പോഴും റവന്യൂ വകുപ്പിൻ്റെ കയ്യിലുണ്ട്. പിന്നെ തീർച്ചയായിട്ടും റവന്യൂ വകുപ്പ് മാത്രമല്ലല്ലോ കണക്കെടുക്കേണ്ടത്. വിവിധങ്ങളായ വകുപ്പുകൾ അവരുടെ ഇടങ്ങളിൽ നഷ്ടമായതെല്ലാം കൂട്ടി കൃത്യമായ കണക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ആ ഘട്ടത്തിലെ ആൻറ്റിസിപ്പേറ്റഡ് ലോസ് 1202 കോടി രൂപയായി കേന്ദ്ര ഗവൺമെൻറ്റിന് സമർപ്പിച്ചിട്ടുണ്ട്. ആഗസ്റ്റ് 14 കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു, ഇനി മുതൽ നമുക്കൊരു
ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ് കൂടി ഉണ്ടാക്കണം. പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ് പുതിയ അനുഭവമാണ്. പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ് 2202 കോടി രൂപയുടെ ഇനി പുതിയ ജീവിതത്തിലേക്ക് മടക്കാനുള്ള ആവശ്യങ്ങൾ കാണിച്ചിട്ടുള്ള PDNA അതും കേരളം തയ്യാറാക്കിയിട്ടുണ്ട്. കേരളം അക്കാര്യത്തിൽ കണക്ക് തയ്യാറാക്കുന്നതിലോ നടപടിക്രമങ്ങളിലോ ഒരു കുറവും വന്നിട്ടില്ല. ഏതെങ്കിലും കുറവുണ്ടായിരുന്നെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അഭിഭാഷകൻ കോടതിയിലോ ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നമുക്ക് നൽകിയ കത്തിലോ പറയുമായിരുന്നു. അങ്ങനെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ ഒരു കുറവുണ്ടായി എന്ന് കരുതുക വാദത്തിന് വേണ്ടി, ഇതുവരെ പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ സാധാരണ നമ്മൾ ചോദിക്കില്ലേ, ഒരു ദുർബലപ്പെട്ട് നിൽക്കുന്നൊരു ആളുകളോട് ഞങ്ങൾ സഹായം തയ്യാറാക്കാൻ വെമ്പി നിൽക്കുകയാണ്, ഇന്നതുകൂടി കുറവുണ്ട്. ഇതുവരെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ആഴ്ചകൾക്ക് മുമ്പ് വരെ കേരളത്തിൻ്റെ ദുരന്ത നിവാരണ റവന്യൂ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ കേന്ദ്രത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടു. കാത്തിരിക്കൂ, നേരത്തെ പറഞ്ഞതുപോലെ വിവിധങ്ങളായിട്ടുള്ള സമിതികൾ കൂടട്ടെ എന്നാണ് മറുപടി ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, പക്ഷെ ഇത്ര വൈകേണ്ടതില്ല എന്നാണ് നമ്മുടെ. ഈ പുനരധിവാസം സർക്കാർ പ്ലാൻ ചെയ്ത പോലെ, സർക്കാർ മുൻകൂട്ടി കാണുന്നത് പോലെ ഒരു പുനരധിവാസം അത് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നിലവിലൊരു സാഹചര്യത്തിൽ ഏതെങ്കിലും വിധത്തിലൊരു തടസ്സമുണ്ടോ? ഉണ്ടാകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വയനാട്ടിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട് വളരെ സങ്കീർണമായ പ്രശ്നമുള്ള സ്ഥലങ്ങളാണ്. രണ്ട് വിധത്തിലുള്ള തോട്ടങ്ങളാണ് അവിടെ ഉള്ളത്. ഒന്ന് സ്വന്തം തോട്ടമാകുമ്പോൾ വളരെ ചെറിയ ചെറിയ എക്സ്റ്റൻറ്റേ ഉള്ളൂ. ഒന്ന് ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ 81 പ്രകാരം, സെക്ഷൻ 81 പ്രകാരം പ്ലാന്റേഷന് മാത്രമായി എക്സംപ്റ്റ് ചെയ്യപ്പെട്ട ലാൻഡ് ഉണ്ട്. 81 പ്രകാരം എക്സംപ്റ്റ് ചെയ്യപ്പെട്ട ലാൻഡ് ഉണ്ട്. അത് ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാനാകൂ, തരം മാറ്റാനാകില്ല. സർക്കാരിന് ഏറ്റെടുത്താൽ തരം മാറ്റാം. പിന്നെയുള്ളത് ലാൻഡ് റിസംപ്ഷൻ, സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഉള്ള ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, ഇങ്ങനെ പലതരത്തിലാണ്. അപ്പോൾ ആളുകൾക്ക് പണം കൊടുത്തു വിട്ടാൽ അവർക്ക് സ്വന്തമായൊരു ഭൂമി കണ്ടെത്തി വീട് വയ്ക്കുക എന്നുള്ളത് വളരെ വളരെ പ്രയാസകരമായിരിക്കും. എന്ന് മാത്രമല്ല, ഈ ഘട്ടത്തിൽ അവരെ അങ്ങനെ ഒറ്റയ്ക്ക് വിടുന്നതിലും തർക്കമുണ്ട്. വ്യാപകമായി സുനാമി ഘട്ടത്തിൽ പലരായി ഭൂമിയിൽ വീട് വെച്ച് നമുക്ക് നൽകി. അതിലും പലതും പെട്ടെന്ന് ചോർന്നൊലിക്കുകയും പല വിധത്തിലുള്ള സാങ്കേതിക പരിജ്ഞാനമില്ലാത്ത വിധത്തിൽ ഒറ്റപ്പെടുകയും ഒക്കെ ചെയ്ത അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ ചൂരൽമല അങ്ങ് കണ്ടിട്ടുണ്ടാവും. പുഞ്ചിരിമുറ്റം, മുണ്ടക്കൈ, എട്ടാമല, ആറാമല, ചൂരൽമല ജനം തിങ്ങിപ്പാർത്തിരുന്ന സ്ഥലങ്ങളാണ്. ഓരോ ദിവസവും പരസ്പരം കണ്ടിരുന്ന ഏറ്റവും അടുത്തടുത്ത ആളുകൾ താമസിക്കുന്ന നൂറുകണക്കിന് മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുന്നൊരു ഘട്ടത്തിൽ അവരെ ലോകത്തിൻ്റെ വിവിധ വഴികളിലേക്ക് ഒറ്റപ്പെടുത്തി അയക്കാൻ പറ്റില്ല. എത്രയോ സംഘടനകളാണ് കേരളത്തിൻ്റെ പലയിടങ്ങളിൽ അവരവരുടെ ഭൂമിയിൽ താമസിപ്പിക്കാമെന്ന് പറയുന്നത്. അങ്ങനെ അയക്കുന്നത് ഒരു ഗുണകരമായ സംവിധാനമാകില്ല. അപ്പോൾ അവർക്കെല്ലാം ഒരുമിച്ച് താമസിക്കാൻ ഒരുപക്ഷെ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ ഒരു കേരള മോഡൽ ലോകത്തിന് മാതൃകയായിരിക്കും. കാരണം ഈ ദുരന്തമുണ്ടായ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് പല വിധത്തിലുള്ള ചർച്ചകൾക്ക് ശേഷം ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഓഗസ്റ്റ് 23 ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി തന്നെ നേരിട്ട് വന്ന് സ്ഥലം MLA, പഞ്ചായത്ത് അംഗങ്ങൾ, ത്രിതല പഞ്ചായത്ത് ഭാരവാഹികൾ, അതിനേക്കാൾ പ്രധാനം ഈ ദുരന്തത്തിൽപ്പെട്ട് ക്യാമ്പുകളിൽ പോകേണ്ടി വന്ന, താമസിക്കേണ്ടി വന്ന ആളുകൾ, അവരെ അകലെയുള്ള ക്യാമ്പുകളിൽ ഓൺലൈനായി അല്ലാത്തവരെ നേരിട്ട് വിളിച്ചിരുത്തി അവരുമായി ഒരു ആശയവിനിമയം നടത്തുകയാണ്. എവിടെയാണ് നിങ്ങൾക്ക് പോകേണ്ടത്, എവിടെ താമസിക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം. മഹാഭൂരിപക്ഷം ആളുകളും പ്രവചിച്ചത്, മഹാഭൂരിപക്ഷം ആളുകളും ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് ഈ മേപ്പാടി പഞ്ചായത്തിൽ തന്നെ താമസിക്കണം. അങ്ങനെയാണ് നെടുമ്പാല എസ്റ്റേറ്റ് എന്ന ആശയത്തിലേക്ക് നമ്മൾ പോകുന്നത്. 25ഓളം എസ്റ്റേറ്റുകൾ കണ്ടെത്തി. അതിൽ സുരക്ഷിതമാണ് എന്ന് ഭൗമ്യശാസ്ത്ര പഠന വിഭാഗം കണ്ടെത്തി 9ലേക്ക് പോയി. കാരണം പലരും ചോദിക്കുന്നത് ഞങ്ങൾ പുത്തുമല ഇറങ്ങി ചൂരൽമലയിലേക്ക് വന്നു, ചൂരൽമലയിൽ ദുരന്തമുണ്ടായി, ഇനി ഞങ്ങൾ ഏതു മലയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഭൗമ്യശാസ്ത്ര പഠന സംഘം ജോൺ മത്തായിയുടെ നേതൃത്വത്തിൽ 6 അംഗ സംഘം നല്ലതുപോലെ പരിശോധിച്ച് 9 ഇടങ്ങൾ കണ്ടെത്തി. ആ 9 ഇടങ്ങളിൽ പിന്നെ ഞങ്ങൾ പ്രയോറിറ്റി കൊടുത്തത് ഓഗസ്റ്റ് 23 അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന വി വേണുവിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പുനരധിവാസ ആലോചനാ യോഗത്തിൽ ദുരന്തബാധിതർ ഏറ്റവും അടുത്ത സ്ഥലം കിട്ടണം. അങ്ങനെയാണ് നെടുമ്പാല നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ കുറച്ചടുത്തുള്ള സ്ഥലം എന്ന നിലയിൽ എൽസ്റ്റോൺ നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ ഭൂമി കണ്ടെത്തൽ നടപടിക്രമങ്ങളിലേക്ക് നമ്മൾ പോയി. ഇനി അവിടെ ഇപ്പോൾ ഇതിനകം പലതവണകളായി കത്ത് തന്ന 1043 വാഗ്ദാനങ്ങളുണ്ട്. വീട് വാഗ്ദാനങ്ങൾ ഒറ്റയ്ക്കും കൂട്ടായും. അവരെ കൂട്ടായി ഒന്ന്
വിളിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. നേരത്തെ മുഖ്യമന്ത്രി തന്നെ സഭയിൽ പറഞ്ഞു, അങ്ങനെ വാഗ്ദാനം ചെയ്ത മുഴുവൻ ആളുകളെയും ഇനി വിളിച്ചുകൂട്ടി എങ്ങനെയായിരിക്കണം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അവരുടെ പങ്ക് നിർവഹിക്കേണ്ടത് എന്നതിനെ കൂടി നോക്കി ഏറ്റവും അടുത്ത് ആരംഭിക്കാൻ കഴിയും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഇനി വൈകിക്കൂടാ. പ്രത്യേകിച്ച് ഇത് കാണുന്നവരുടെ പ്രത്യാശ നിലനിർത്തി ഈ യാഥാർത്ഥ്യത്തിലേക്ക് അവരെ കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. മാനസികമായ പിരിമുറുക്കത്തിലാണ് പലരും. ഓരോരുത്തരും ഓരോ കത്തെഴുതുമ്പോഴും ആ കത്ത് ശരിയാണെന്ന് വിശ്വസിച്ച് മാനസികമായി തകരുന്ന എത്രയോ പേരുണ്ട് ചൂരൽമലയിൽ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതനുഭവിച്ചാലേ മനസ്സിലാകൂ. ഒരു ദിവസം രാത്രി കിടന്നുറങ്ങുമ്പോൾ കെട്ടിപ്പിടിച്ചുറങ്ങിയിരുന്ന ഭാര്യയും മക്കളും പുലർച്ചെയാകുമ്പോഴേക്കും കൺമുമ്പിൽ പോലും വരാത്തൊരു മനുഷ്യൻ്റെ അവസ്ഥ എന്താകും? സൈക്കിക്കായി പോകും മനുഷ്യൻ. ഇപ്പോഴും പല വിധത്തിലുള്ള സൈക്കോളജി പിൻബലം കൊടുത്തുകൊണ്ടാണ് പലരെയും, മനുഷ്യനാണല്ലോ, അതൊരു യന്ത്രമല്ലല്ലോ, AI അല്ലല്ലോ, ജീവിക്കുന്ന മനുഷ്യനല്ലേ, മജ്ജയും മാംസവും ഉള്ള ആളല്ലേ, മനസ്സും വികാരവും ഉള്ള ആളല്ലേ. അപ്പോൾ അവരൊറ്റപ്പെടുത്താൻ ഒരു വിധത്തിലുമുള്ള ഇടപെടലുകളും കുറ്റപ്പെടുത്തലും ഉണ്ടാകരുത്. മാധ്യമങ്ങളോട് അനാവശ്യമായ അന്തിച്ചർച്ചകളിൽ നമ്മൾ കൊടുത്തയച്ച മെമ്മോറാണ്ടത്തെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിഭീകരമായ ചർച്ച നടത്തുമ്പോൾ ഞങ്ങളെല്ലാവരും പറഞ്ഞു, തെറ്റിദ്ധാരണയുടെ പേരിലാണെങ്കിൽ പോലും അങ്ങനെ അനാവശ്യ ചർച്ച നടത്തരുത്. നടത്തിയവരെല്ലാവരും പിന്നീട് തിരുത്തി. പക്ഷെ തിരുത്തുന്നത് 5 മിനിറ്റാണ്, ചർച്ച ചെയ്തത് 50 മണിക്കൂറും. അതുണ്ടാക്കുന്ന പ്രയാസം ചെറുതല്ല. അതുകൊണ്ട് എല്ലാവരോടും ഞങ്ങൾ പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നത് മുതൽ മാധ്യമ ചർച്ച നടത്തുന്നവർ വരെ തെറ്റായൊരു വിവരത്തെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച ആളുകളെ പേടിപ്പിക്കരുത്. അതുകൊണ്ട് ആ ഉറപ്പാണ് ഞാൻ നൽകിയത്. ദുരന്തബാധിതർക്ക് മുഴുവൻ ധൈര്യമായിട്ടിരിക്കാം. കഴിയാവുന്ന വിധത്തിൽ ഏറ്റവും വേഗത്തിൽ അവരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടി സർക്കാർ എടുക്കും. അങ്ങ് എപ്പോഴും അവിടെ സന്ദർശനം നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. അങ്ങ് ഏറ്റവും ഒടുവിലൊക്കെ സന്ദർശിക്കുമ്പോഴത്തേക്കും അവിടെ ഈ അങ്ങ് പറഞ്ഞതുപോലെ എല്ലാം നഷ്ടപ്പെട്ട കുട്ടികൾ, ആബാലവൃദ്ധം ജനങ്ങൾ അവിടെയുണ്ട്. അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ ഇപ്പോൾ എങ്ങനെ 3.5 മാസം കഴിയുമ്പോൾ അവർ ഒരു വിധമെങ്കിലുമൊക്കെ ഒരു മടങ്ങി വരവിലിൻ്റെ ഒരു പാതയിൽ തന്നെയാണോ? സംസ്ഥാന സർക്കാർ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് പരമാവധി സഹായങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. 6,000 രൂപയുടെ വാടക, മരണത്തിന് കൊടുക്കുന്ന അധിക സഹായം, ഈ ദുരന്തഘട്ടത്തിൽ അംഗവൈകല്യം വന്നവർക്ക് നൽകുന്ന അധിക സഹായം, ഇപ്പോൾ പുതിയതായി 300 രൂപ വീതം 3 മാസത്തേക്ക് തുടർച്ചയായി ഒരു വീട്ടിൽ 2 ആൾ എന്ന നിലയിൽ ജോലിക്ക് പോകാൻ കഴിയാത്തവർക്ക് 300 രൂപ വെച്ച് 2 പേർക്ക് വിതരണം. അവർക്കാവശ്യമായ ഗൃഹോപകരണങ്ങൾ, വീട്ടു സാധനങ്ങൾ, ഇതെല്ലാം നൽകാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത് അവർക്കൊരാശ്വാസമാണെങ്കിലും നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാനാകില്ല എന്ന യാഥാർത്ഥ്യം വല്ലാതെ അവരെ പേടിപ്പിക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് തെറ്റായ വിധത്തിലുള്ള വാർത്തകളും ഈ വിധത്തിൽ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് പ്രയാസമുള്ളവരാണ് നല്ലൊരു ശതമാനം. എങ്കിലും അവർക്ക് പ്രതീക്ഷയുണ്ട്. ഇനിയിൽ നഷ്ടപ്പെട്ടതിനെ തിരിച്ചെടുക്കുക അത്ര എളുപ്പമല്ലാത്തത് കൊണ്ട് ഉള്ളതിനെ കൂട്ടി മുന്നോട്ട് പോവുക എന്നൊരു ആത്മവിശ്വാസത്തിലേക്ക് മനുഷ്യൻ വരുന്നുണ്ട്. അവർ കൂടുതൽ കരുത്തുണ്ടാക്കുക. അതാണ് ഈ പൊതുവായ താമസത്തിൻ്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ചിന്ത. അവസാനമായി ഈ ബൈ ഇലക്ഷൻ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വയനാട്ടിൽ ഒരു വലിയ രീതിയിലൊരു ആവേശം കണ്ടില്ലല്ലോ. ഒരു സ്വാഭാവികമായി ഇതിൻ്റെ ഒരു ക്ഷീണമൊക്കെ തന്നെയായിരുന്നു കാണും. നന്നായി പരിശോധിക്കണം. ഇതൊരു വയനാടിനോട് കാണിക്കുന്നൊരു അവഗണന, മാനസികമായ പ്രയാസം ഉണ്ടായിരിക്കാം. തെരഞ്ഞെടുപ്പിൽ ജയിച്ചു പോയവർ ആ സീറ്റ് വിട്ടുപോയതിൻ്റെ വൈകാരികമായിട്ടുള്ളൊരു പ്രയാസം ഉണ്ടാകാം. മറ്റനവധി കാരണങ്ങളുണ്ടാകാം. തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പരിശോധിച്ച് കൂടുതൽ വ്യക്തത വരുത്തും. അക്കാര്യത്തിൽ വലിയ പ്രതീക്ഷയാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് തന്നെ നൽകിയിരുന്നത്. വലിയ ജന പങ്കാളിത്തമായിരിക്കും. ലക്ഷങ്ങൾക്കൊന്നും ഒരു കയ്യും കണക്കും ഉണ്ടായിരുന്നില്ല ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ. ഞങ്ങൾ തർക്കത്തിനൊന്നും പോയില്ല. കാരണം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നല്ല പച്ചയായ രാഷ്ട്രീയമാണ്. വയനാട്ടിൽ ഏറ്റവും കൂടുതൽ ഈ വയനാട്ടിലെ ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസം, 2 സീറ്റിൽ മത്സരിച്ച എത്രയോ പേരില്ലേ ലോകത്ത്. കേരളത്തിൽ സാക്ഷാൽ ലീഡർ 2 സീറ്റിൽ മത്സരിച്ചിട്ടുണ്ട്. 2 സീറ്റിലും തോറ്റവരും 2 സീറ്റിൽ മത്സരിച്ചിട്ടുണ്ട്. തോറ്റവരും ജയിച്ചവരും 2 സീറ്റിലും ജയിച്ചവരും 2 സീറ്റിലും തോറ്റവരും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ മത്സരിക്കുമ്പോൾ പറയുമായിരുന്നു 1 സീറ്റിൽ കൂടി മത്സരിക്കുന്നുണ്ട്. ഇത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മാധ്യമങ്ങളെല്ലാം ചോദിച്ചിട്ടും ഇതുതന്നെ വീട് എന്ന് പ്രഖ്യാപിച്ചു പോയവർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞ് രണ്ടാമതൊരു സീറ്റിൽ മത്സരിക്കുക, ജയിക്കുമ്പോൾ ഇതിനെ അനാഥമാക്കുക, ഇതൊക്കെ ജനങ്ങൾക്കിടയിൽ ഒരു മാനസിക പ്രയാസം സ്വാഭാവികമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാകും. തെരഞ്ഞെടുപ്പിൻ്റെ ഫലമൊക്കെ വരുമ്പോൾ പറയേണ്ട ഒരു പ്രശ്നമാണ്. ഇതുമായി കൂട്ടിയോജിപ്പിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യം. വയനാട് ദുരന്തം ഉണ്ടായ സമയത്ത് ഒപ്പം റവന്യൂ വകുപ്പിൽ അങ്ങയുടെ ഒപ്പമൊക്കെ നിന്നൊരു ഉദ്യോഗസ്ഥനായിരുന്നു നവീൻ ബാബു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം വലിയ രീതിയിൽ ചർച്ച ചെയ്തു. ഇപ്പോഴും വലിയ രീതിയിൽ വിവാദമൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്, അതിൻ്റെ ഒരു അരയൊലികൾ ഇപ്പോഴുമുണ്ട്.
ഈ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ കളക്ടറെ പോലും പ്രതിസ്ഥാനത്ത് നിർത്തിയുള്ള ഒരു റിപ്പോർട്ടാണ്. എന്തുകൊണ്ടാണ് ഒരു നടപടി വൈകുന്നത് ആ ഒരു കാര്യത്തിൽ? ആ റിപ്പോർട്ട് ഇപ്പോഴും സർക്കാരിൻ്റെ പരിഗണനയിൽ തന്നെയാണല്ലോ. അല്ല, നിങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. എന്താണ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണർ കണ്ടെത്താൻ അന്വേഷിക്കാൻ വേണ്ടി പോയത്? ആരാണ് ആരെയോ പ്രതിസ്ഥാനത്ത് നിർത്തിയെന്ന് പറഞ്ഞത്? റവന്യൂ ജോയിൻറ്റ് കമ്മീഷണർ അന്വേഷിച്ചത് റവന്യൂവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള കഴമ്പുണ്ടോ, ഉദ്യോഗസ്ഥനാവിധത്തിൽ നേരം വൈകിയതുമായി ബന്ധപ്പെട്ട വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ, അതുമായി ബന്ധപ്പെട്ട റവന്യൂ തലത്തിൽ നടത്തേണ്ട അന്വേഷണം മാത്രമാണ് ജോയിൻറ്റ് കമ്മീഷൻ നടത്തിയിട്ടുള്ളത്. മറ്റൊക്കെ ക്രൈമുമായി ബന്ധപ്പെട്ടതല്ലേ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഒരു ഇൻവെസ്റ്റിഗേഷൻ റവന്യൂവിന് സാധ്യമേ ആകുന്ന കാര്യമല്ല. റവന്യൂവിന് രേഖകളും നടപടികളും സംബന്ധിച്ച എൻക്വയറി, ആ എൻക്വയറി കൃത്യമായി നടത്തപ്പെട്ടിട്ടുണ്ട്. അതൊരു വിവരശേഖരണമാണ്, അതൊരു യാഥാർത്ഥ്യം അറിയാനാണ്. അത് കൃത്യമായി ലഭ്യമായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അത് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. മറ്റത് ക്രൈമുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്, അത് പോലീസ് നടത്തേണ്ട എൻക്വയറിയാണ്. അവിടെയാണ് നടപടിക്രമങ്ങൾ ഉണ്ടാവുക. അത് സ്വാഭാവികമായിട്ടും വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് കരുതുക. അടുത്ത കാലത്ത് ഈ രാഷ്ട്രീയക്കാർക്ക് ഇടയിലുണ്ടാകുന്ന അസ്വാരസ്യങ്ങൾക്കപ്പുറം ഈ IAS IPS തലത്തിലെ ചേരിപ്പോരും, അല്ലെങ്കിൽ ഈ നവീൻ ബാബുവിൻ്റെ മരണ സമയത്ത് നമ്മൾ കണ്ടതാണ് ഈ കളക്ടറുടെ ഒരു പെരുമാറ്റവും, അല്ലെങ്കിൽ അതുപോലെ വിമർശനാത്മകമായ രീതിയിലായിരുന്നു. അതേ തുടർന്ന് IAS തലത്തിലെ ഈ ഒരു ചേരിപ്പോര് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ പേരിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു. മുതിർന്ന ഉദ്യോഗസ്ഥനെതിരെ പരസ്യമായി തന്നെ മെസ്സേജുകൾ അല്ലെങ്കിൽ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നു. ഇത് സമൂഹത്തിൽ നൽകുന്നൊരു സന്ദേശം എന്താണ്? ജനാധിപത്യപരമായി ഭരിക്കാൻ പറ്റുന്നൊരു സർക്കാർ കേരളത്തിലുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആരും എന്ത് ചെയ്താലും നോക്കിയിരിക്കുന്ന ഒരു സർക്കാരല്ല കേരളത്തിലുള്ളത് എന്ന് ബന്ധപ്പെട്ടവർക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും മനുഷ്യരായതുകൊണ്ട് ഏത് പദവിയിൽ വഹിച്ചാലും ചിലപ്പോൾ ചില അപകടങ്ങളോ തെറ്റുകളോ ഒക്കെ സ്വാഭാവികമായിട്ടും പറ്റും. അങ്ങനെ പറ്റിയാൽ തിരുത്താനും തിരുത്തിക്കാനും ആവശ്യമെങ്കിൽ നടപടിയെടുക്കാനും ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ് കേരളത്തിലുണ്ട്. ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ മുകളിൽ പോകാൻ ഒരു ഉദ്യോഗസ്ഥനെയും ഏതു വിധത്തിലും സർക്കാർ അനുവദിക്കില്ല. കാരണം സർക്കാർ ജനാധിപത്യത്തിൻ്റെ ഭാഗമായി ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട് അവരുടെ സ്വപ്നങ്ങൾ നടപ്പിലാക്കാൻ അധികാരമേൽപ്പിച്ചൊരു സർക്കാരാണ്. സർക്കാരിന് ധൈര്യമായിട്ട് ആ കാര്യങ്ങൾ കൊണ്ടുപോകാം. എല്ലാവർക്കും സൂചനയും പാഠവുമാണ്. അവരവർക്ക് ചുമതലപ്പെടുത്തിയ പോർട്ട്ഫോളിയോയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യലാണ് അവരവരുടെ ചുമതല. കേരളം അങ്ങനെ എല്ലാവർക്കും തുറന്നിട്ട് ഓടിക്കയറാൻ പറ്റുന്നൊരു സ്ഥലമല്ല. ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ട് എന്ന് എല്ലാവർക്കും ബോധ്യമാണ്. അത് ആ വലിയ കരുതലും കരുത്തും കേരളത്തിനുള്ളപ്പോൾ തന്നെ ആ വലിയ ഇച്ഛാശക്തിയും കേരളത്തിനുണ്ട്. അതുതന്നെയാണ് വയനാട്ടിൽ കാണാനും പോകുന്നത്. ഈ ഒരു അച്ചടക്ക നടപടിയോടുകൂടി ഈ IAS തലത്തിലെ ചേരിപ്പോരും അല്ലെങ്കിൽ ഈ ഒരു സംഘർഷാവസ്ഥയൊക്കെ ഇതോടുകൂടി പരിസമാപ്തിയിലെത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഞാനങ്ങനെ പ്രവചിക്കാനുള്ള ഒരാളല്ലല്ലോ. എന്തെങ്കിലും അപകടം ഉണ്ടാക്കിയാൽ എന്തുണ്ടാകും എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുടർന്നും ആ പണിക്ക് പോയാൽ അതിനേക്കാൾ ഭീകരമായ സംവിധാനങ്ങൾ ഉണ്ടാകും. അല്ലാതെ ഇനി എന്തുണ്ടാകും എന്ന് പ്രവചിക്കൽ ഇപ്പോഴത്തെ ഒരു പണിയല്ല. എന്നാലും ഇത്രയും സമയം വാക്കുമായി സഹകരിച്ചതിന് നന്ദി.